എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 8-10 അല്ലി വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചിയുടെ വലിപ്പം എന്ന് പറയുന്നത് കാണുമ്പോൾ അറിയാലോ അല്ലേ. ഇത്ര ചെറിയൊരു കഷ്ണം മതി, ഒരുപാട് വലിയ കഷ്ണമൊന്നും വേണ്ട. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇഞ്ചി നമ്മൾ അതുപോലെ ഇട്ട് അരയാൻ പാടാണ്, അതുകൊണ്ട് നമുക്കതൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയില്ലേ, കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇതിൻ്റെ പൊടികളാണ് ചേർക്കുന്നത്. ഞാനിവിടെ മല്ലിപ്പൊടിയാണ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അത് ടീസ്പൂണിന് ഒരു 2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പൊടികൾ, അതായത് മസാലക്കൂട്ടെന്ന് പറയുന്നത്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഒരു 2-3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമുക്കിത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ തൈരെന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മളിതൊരു പേസ്റ്റ് പരുവത്തിനായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള തൈര്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് ആ തൈരിന് ഒരു 3 സ്പൂണോളൊക്കെ തൈര് ഒഴിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തൈര് ചേർത്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ കൂടെ നമ്മളിനി ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലവർ ആണ് കേട്ടോ. അതൊരു 2.5 സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 മുറി ലെമണിൻ്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 കിലോയോളം ഏകദേശം ഇറച്ചി കിട്ടും. ആ ഒരു കണക്കാട്ടെ, ഏകദേശം ഒരു അളവാണ് പറയുന്നത്, കറക്റ്റ് നമ്മൾ തൂക്കിയൊന്നും എടുത്തിട്ടുള്ള ഇറച്ചിയല്ല. ഏകദേശം ഒരു 1 കിലോയോളം ഇറച്ചി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെക്കാം. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുമെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും. പിന്നെ ഇത് 2 രീതി ഫ്രൈ ചെയ്യാം. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണമാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മീൻ വറക്കണമൊക്കെ എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും വറക്കാം. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂറിന് ശേഷം ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് മറിച്ചിടാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറിച്ചിടുന്ന വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തും കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ സവോള അരിഞ്ഞിടാവുന്നവർക്കാണെങ്കിൽ അത് വറുത്ത് കോരിയിട്ട്, ഈ എണ്ണയ്ക്കകത്തല്ല, ഇത് കോരി കഴിയുമ്പോൾ കുറച്ച് സവോളയും കൂടെ വറുത്തിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, ടേസ്റ്റായി വരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഷ്ണം മുങ്ങി കിടക്കാൻ പാകത്തിന് തന്നെ എണ്ണ ഒഴിച്ച് വറക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.